കാരുണ്യ പദ്ധതിയെ ദയാവധം ചെയ്യാനുള്ള നീക്കം അപലപനീയമാണ്. ആരോഗ്യമന്ത്രി അതിന് കാരണമായി പറയുന്നത് ഫണ്ടില്ലെന്നാണ്. UDF സർക്കാർ കാരുണ്യക്ക് ഫണ്ട് കണ്ടെത്താനായി തുടങ്ങിയതാണ് കാരുണ്യ ലോട്ടറി. ആ ലോട്ടറി ഇപ്പോഴുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫണ്ട് ഇല്ലാതാകുന്നത്? സീരിയലിനെ തോൽപ്പിക്കണ കഥകളാ ഓരോരുത്തന്മാരെ എഴുതി പിടിപ്പിക്കണം. പേപ്പർ വായിച്ച് തീർന്നെങ്കിൽ നീ പോയി എനിക്കൊരു ഇത്തിരി തൈലം വാങ്ങിച്ചോണ്ട് പോവാ. ദേഹം മുഴുവനും എന്തോ ഒരു വല്ലാത്ത വേദന. അയ്യോ എന്നാ. ഓ പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ഓ ഞാൻ വാങ്ങിച്ചോളാം. കണ്ട പിന്നെ മറന്നുപോയി എന്നൊന്നും പറയരുത്. എനിക്ക് ദേഹം വലിയ വേദനയുണ്ട്. ഇല്ലെന്ന്. അല്ല അയ്യോ ഇതിനകത്തിരിക്കുകയായിരുന്ന കണ്ട നോക്കിയാണ്. ഇതിലെന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ നോക്കിയാണ്. എന്റെ അമ്മ എന്ത് കാര്യത്തിനാണ് ഈ ലോട്ടറി എടുത്തോണ്ടിരിക്കണത്? എടാ എനിക്ക് വേണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ആ കൈ വയ്യാത്ത ചെറുക്കനുണ്ടല്ലോ, എന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോഴും അമ്പലത്തിന് തടയിൽ കാണും. അമ്മ ഒരു ഭാഗ്യക്കുറിയുടെ അമ്മ ഒരു ഭാഗ്യക്കുറിയുടെ അമ്മ. ഇത് കേട്ട് ഞാൻ മടുത്ത്. എന്നാ 10 രൂപ കൊടുക്കാന്ന് വെച്ചാൽ അവൻ വാങ്ങിക്കുമോ? അതുമില്ല, അവൻ അങ്ങനെ ആരെയൊന്നും ചുമ്മാ പൈസ വാങ്ങിക്കത്തില്ല. എന്നാ ഒന്ന് എടുത്ത് കളയാന്ന് വിചാരിച്ച് അവൻ തീർത്ത് പറഞ്ഞു അമ്മച്ചിക്ക് നല്ല എന്നാ പിന്നെ ഒന്ന് എടുത്ത് കളയാം. നിർമ്മൽ 1 സമ്മാനം 1 കോടി അമ്മ. KC എന്നെ ചില്ല 1 കോടി ഇല്ല. ഇനി 2 സമ്മാനം 5 ലക്ഷം രൂപ. 5 ലക്ഷം ഇല്ല ആ സീരീസേ ഇല്ല. 5 ലക്ഷം ഇല്ല. ഇനി 3 സമ്മാനം 1 ലക്ഷം രൂപ. അത് 3, 3, 6, 3, 9 പേർക്കുണ്ടമ്മ. അതിലപ്പോ അമ്മയുടെ സീരീസ് വരണത് നോക്കണം. നമ്മുടെ സീരീസ് വരുന്നത് KC 510 2 8 281. അമ്മ എന്തിനാണമ്മ വെറുതെ ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് പൈസ കളയുന്നത്? ഓരോ കുപ്പി ചവനപ്രാശം വാങ്ങി കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിക്കുമല്ലോ. 50 രൂപ തന്നെ പോയെങ്കിൽ അങ്ങ് പോട്ടെ. നീ നല്ലവരൊന്നും അതിലൊന്നും ഒന്നുമില്ല. നീ ഒന്നുകൂടെ നോക്ക്. എനിക്കൊരു സംശയം ഉണ്ടല്ലോ. ഇല്ലമ്മ അതിലൊന്നും ഒന്നും ഇല്ലെന്ന്. എന്തായാലും കിട്ടാത്തത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പേരിലായിരിക്കും നിങ്ങൾ തമ്മിൽ തല്ലി ചാവാൻ പോണത്. എന്തായാലും പോയത് ഞാൻ ഇല്ലെന്ന് മനസ്സിലായി. ഇവിടെ നല്ല കാലത്തെ നന്നായിട്ട് തൂത്തുവാരി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. ആ പെണ്ണ് പാവം ചവറാക്കുന്ന ക്രമമില്ലേ. തൈലം വെച്ചിട്ട് എന്നേരം മറക്കല്ലേ. എന്റെ പൈസ ഞാൻ തന്നിട്ടില്ല. നീ മറവിക്കാരനാണ്. പറഞ്ഞല്ലേ? ശരി ശരി. അമ്മക്ക് ലോട്ടറി അടിച്ചു. 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന്. മാറ്റിയിട്. സമയം കളയാൻ വേണ്ടിട്ട് എന്ത് ഭ്രാന്തേട്ടാ. 1 ലക്ഷം രൂപ. ലക്ഷം. 1 ലക്ഷം? 1 ലക്ഷം കണ്ടോളൂ. മുരളി ഒരു ടിക്കറ്റ് എടുക്കണം സാറേ. രാവിലെ എന്നെ തന്നെ ബലിയാടാക്കണം അല്ലേ? വേറെ ആരും കിട്ടിയില്ല. എടാ ഇന്നേ വരെ നിന്റെ ഒരു ടിക്കറ്റ് എനിക്ക് അടിച്ചിട്ടില്ല. സാറിന് അടിച്ചിട്ടില്ലെങ്കിൽ എത്രയോ പേർക്ക് അടിക്കും സാറേ. ഇന്നത്തെ ടിക്കറ്റ് അടിച്ചത് സാറിന്റെ കുടുംബത്തിലാണ്. അല്ലേ എൻ്റെ കുടുംബമൊക്കെ അങ്ങ് പാലായിലാണ് കിടക്കണം. അവിടുന്ന് ആരും വന്ന് നിന്റെ ടിക്കറ്റ് എടുക്കാൻ? സാറിന്റെ ഇവിടുത്തെ കുടുംബത്തില്. അതാർക്ക്? കനക സാറിന്റെ അമ്മയ്ക്ക്. ഏയ് ഞാൻ വേണമെങ്കിൽ നിന്റെ ഒരു ടിക്കറ്റ് എടുക്കാം. അതിനു വേണ്ടി നീ ഇങ്ങനെ അത്രയ്ക്കും കൂടെ തള്ളണ്ട കേട്ടോ. ഞാൻ എന്തിനാണ് സാറിന്റെ കള്ളത്തരം പറയുന്നത്? ഇപ്പൊ വന്ന് കനക സാർ ഒന്ന് ടിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളു. എത്ര രൂപ അടിച്ചു? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ അടിച്ചാ? ഞാൻ എന്തിനാണ് സാറേ കള്ളത്തരം പറയുന്നത്? സത്യമാണോടെ? സാറ് നാളത്തെ ഒരു ടിക്കറ്റ് എടുക്കട്ടെ സാറേ. എന്തായാലും ഇന്നിപ്പോൾ അടിച്ചിരിക്കുകയല്ലേ, നാളത്തെ കാര്യം നമുക്ക് നാളെ ആലോചിക്കാം. നീ ചെല്ല് ചെല്ല് ചെല്ല്. ഹലോ. കനകളിയോ? എന്താളിയാ? ഒന്നുമില്ല, ഞാനൊരു ചെറിയ വിവരം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. അളിയൻ്റെ അമ്മയ്ക്ക്. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി?
ഇല്ല ഒന്നും സംഭവിച്ചില്ല. അമ്മയ്ക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചതായിട്ട് വല്ല ആളെ അറിഞ്ഞായിരുന്നു? ഇല്ല, അമ്മയ്ക്ക് ലോട്ടറി അടിച്ചില്ലല്ലോ. ഇല്ലേ? ഇല്ല അളിയൻ അങ്ങനെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടല്ലോ, അറിഞ്ഞോ? അളിയ, ഇത് ആരാ നിന്നോട് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞത്? അല്ലളിയ, ഞാൻ വഴിക്ക് വെച്ച് നമ്മളാ ടിക്കറ്റ് വെക്കണ മുരളിയൊക്കെ ഉണ്ട്. അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് 1 ലക്ഷം രൂപ അമ്മയ്ക്ക് അടിച്ചെന്ന്. നിനക്ക് കഴിഞ്ഞ ആഴ്ച 25,000 രൂപ ലോട്ടറി അടിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നിനക്ക് 25,000 രൂപ ലോട്ടറി അടിച്ചെന്ന്. ഓ അല്ല, അപ്പോൾ അമ്മക്ക് പൈസ ഒന്നും അടിച്ചില്ലല്ലേ? എന്റെ പൊന്നളിയ, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പല നുണകളും പറയും. അങ്ങനെ നിന്നെ പറ്റിച്ചതാണ്. അല്ല, ഞാൻ ചോദിച്ചേ ഉള്ളൂ. അല്ല അളിയൻ അങ്ങനെ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഞാൻ ഒന്നും അറിഞ്ഞില്ല. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മക്ക് പൈസ ഒന്നും അടിച്ചില്ലല്ലേ? എന്റെ അളിയ, അമ്മ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ശരിയാണ്. ഞാൻ രാവിലെ അത് നോക്കുകയും ചെയ്തു. അതിൽ പ്രൈസ് ഒന്നുമില്ല. നിനക്ക് അത്രയും സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ചുരുട്ടി കൂട്ടിയുടെ മുറ്റത്തിട്ടിട്ടുണ്ട്, വേണേ പോയി നോക്ക്. അല്ല ഞാൻ അതെ, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. അല്ലേ അതെ ഞാൻ ഹലോ ഹലോ എന്താ ഫാസിലേ, ഈ ലോട്ടറി അടിച്ച കാര്യം ഇപ്പോൾ അളിയൻ അറിഞ്ഞല്ലോ. അറിഞ്ഞാ? ഓ, വലിയ ആസാമിയുണ്ട് ഇവൻ. ഞാൻ പൈസ അടിച്ചു മാറ്റാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കും. നീയല്ല ഇപ്പൊ അവനോട് പറഞ്ഞത് ടിക്കറ്റ് ചുറ്റിക്കൂട്ടി മുറ്റത്തിട്ടുണ്ടെന്ന്. പക്ഷെ ടിക്കറ്റ് എന്റെ പോക്കറ്റിലല്ലേ? നിന്റെ പോക്കറ്റിലുണ്ട്. അവൻ അവിടെ ചെന്ന് നോക്കൂല ടിക്കറ്റ്. അതിനെന്ത് ചെയ്യുന്നു? ടിക്കറ്റ് ഇതാ. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു പഴയ ടിക്കറ്റ് ഒപ്പിച്ചിട്ടേ അവിടെ കൊണ്ടുപോയി ചുറ്റിക്കൂട്ടിയിടാ. ആ മന്ദപ്പന അത് കൊടുത്തിട്ട് പോയിക്കോളും. ഇത് കിട്ടും. പഴയ ടിക്കറ്റ് കൊടുത്ത് കിട്ടും. ഇത് കിട്ടും. ഇതിന്റെ അടിക്കാത്ത ടിക്കറ്റ് ഉണ്ടാവും. നീ വാ അവന് 10 പൈസ കൊടുക്കേണ്ടത്. ഞാൻ ഒപ്പിച്ചു തരാം. എത്ര വേണം? നമുക്ക് പകുതി വിഹിതം കിട്ടാനുള്ളതാ 50,000 രൂപ. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ വരെ പോയിട്ട് അവിടെ ഈ ലോട്ടറി അടിച്ചതിൻ്റെ വല്ല സംസാരമോ അതിൻ്റെ വല്ല വിശേഷമോ ഉണ്ടോന്നൊന്ന് അന്വേഷിക്കുക. അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മയോട് ചോദിക്കാനല്ല, രഹസ്യമായിട്ട് പോയി അന്വേഷിക്കണം. ആണോ? എടി ഇപ്പൊ പോവാനല്ല, അവിടെ രഹസ്യമായിട്ട് പോയി അന്വേഷിക്കാൻ. എനിക്ക് വിറക്കിനെ വിളിച്ചോ. നമുക്ക് കിട്ടേണ്ടതാ അതിന്റെ ഒരു ഓഹരി. നീ രഹസ്യമായിട്ട് പോയി അന്വേഷിക്കണം. പിന്നെ പറഞ്ഞിരിക്കാം. ഞാൻ വെച്ച് ഞാൻ സമ്മതിക്കില്ല. എന്തോ നാടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പാതി അവക്ക് കൊടുക്കണ്ടേ? ഇനി അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇനി കിട്ടുമ്പോ കൊടുക്കാന്ന്. ഇനി എന്ന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാ ഇത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇതേന്ന് പകുതി കൊടുക്കലും നടക്കില്ല. നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നടി? ഇവിടെ എന്തുണ്ടെങ്കിലും പാതി അവക്ക് കൊടുക്കുന്നതല്ലേ. ഇതൊന്ന് ഭാര്യമൊക്കെ കൊടുക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഇടി എന്ത് കിട്ടിയാലും പാതി ഞാൻ അവക്ക് കൊടുക്കുന്നതല്ലേ. അപ്പൊ അവക്ക് കൊടുക്കാതിരുന്നാൽ എങ്ങനെയാ? അമ്മ അതുപോലെയാണോ ഇത്? പിന്നെ ഇതിപ്പോ കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല. ഇതിപ്പോ ഇവിടെ തന്നെ തികയോന്ന് അറിയാതിരിക്കുമ്പോഴാ. നിനക്ക് അത്രയ്ക്കങ്ങ് അത്യാഗ്രഹമാണ്. എല്ലാം കൂടെ മൂടോടെ വിഴുങ്ങണം അല്ലേ നിനക്ക്? എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു ക്ലീറ്റസിന് ഇത് അറിഞ്ഞാൽ മതി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിച്ചേക്കരുത്. തമ്മിലടിച്ച് ചത്തോളണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. ഞാൻ വന്ന് ഓരോന്ന് ഒത്തുതീർപ്പാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇനി വരത്തു. അമ്മ അങ്ങേർക്ക് വഴക്കിടാൻ വലിയ കാര്യമൊന്നും വേണ്ട. അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പൊക്കോളും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലോട്ടറി അടിച്ച് ഒറ്റക്കടിച്ചു വേണ്ടിയുള്ള പരിപാടിയൊന്നും നടക്കൂലടി. കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണ്ട. ഒരിത്തിരി ചക്കയല്ലേ. അമ്മയ്ക്ക് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഇത് ഞാൻ കറി ഉണ്ടാക്കും. അതിന്ന് 2 സ്പൂൺ അവിടെ കൊണ്ട് കൊടുത്തു. അതിൽ കൂടുതൽ ഞാൻ തരില്ല. 2 സ്പൂണാ? വല്ലാതെ അതും തന്നെ. എല്ലാവരും അമ്മ ഈ പകുതി കൊടുക്കണം എന്ന് പറഞ്ഞ് കുറെ നേരമായല്ലോ. ഈ ചക്കയിൽ എന്തുണ്ട് ഇനി പകുതി കൊടുക്കാൻ? ആരും ഇച്ചിരി കോളല്ലേ ഉള്ളൂ. എനിക്ക് കരകേട്ടും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നിർത്തിക്കോ. വേഗൂട്ടോ. അവിടെ തന്നെയാണ് ഇട്ടത് രാവിലെ അവിടെയാണ് ഇട്ടത്. എന്നാ കിടക്കട്ടെ. ഞാൻ പറ്റില്ലേ? അവൻ മന്നണ്ടാന്ന് നോക്ക. പെട്ടെന്ന് പോടോ. മതി. അയ്യോ, മതിന്ന് പറഞ്ഞ എന്തായി? 50? എന്തായാലും 50 ഉള്ളു. അത് നന്നായി. വിട്ടോ ഇയാൾ വിട്ടോ.
പ്രതീക്ഷിച്ചായിരിക്കും. മുറ്റത്തിട്ടെന്നാണല്ലോ പറഞ്ഞത്. കർത്താവേ, അളിയെ നോക്കിയതിൽ എന്തെങ്കിലും പെശകുണ്ടായിരിക്കണേ. ആ 925. ഓ എന്ത് പ്രൈസ് ഉണ്ടാ? അളിയ ഓഫീസിൽ എന്താ തിരക്കട്ട ജോലിയില്ലെന്നേ പറഞ്ഞ? ആ തിരക്കട്ട ജോലിയായിരുന്നു, കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങ് പോന്നു. എത്ര ലക്ഷം ഉണ്ട്? ഇതിലിപ്പോ ഒന്നുമില്ല. ഒന്നുമില്ല, ഞാൻ അളിയൻ നോക്കിയതിൽ എന്തെങ്കിലും ഇനി മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഈ മലയാളാണ് ഞാൻ നീ വിളിച്ചപ്പോ പറഞ്ഞത്. മുരളി എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞ? പറ്റിക്കാനായിരിക്കും. അളിയൊരു കാപ്പി കൊടു. അയ്യോ, സൽക്കാരം ഞാൻ സ്വീകരിച്ചു. തൽക്കാലം എനിക്ക് കാപ്പി വേണ്ട. എന്നൊരു ചായലും കുടിച്ചു പോളിയാ? വേണ്ട അളി, ഒരു കട്ടനല്ലേ കൂടി അളി ഇട്ടങ്ങ് കുടിച്ചോ. ലോട്ടറി അടിച്ചെന്ന് കേട്ടപ്പോ ഓട്ടോറിക്ഷ വിളിച്ച് വന്നിരിക്കുകയാണ്. ആ ഓട്ടോ കാശ് കൊടുക്കാൻ പറയാത്തത് ഭാഗ്യം. വിശേഷം ഏറ്റവും ആദ്യം പലിശയ്ക്ക് എടുത്തേക്കണ പൈസ അങ്ങോട്ട് തീർക്കണം, അത് തീർക്കും. പിന്നെ മിക്സി അത് വേണം. അയ്യോ, തക്കളിമുള്ള സൈക്കിൾ എന്തായാലും വേണം, പാവം. എൻ്റെ മെഷീന് മാറണം. അപ്പോഴൊരു 10-20,000 രൂപ ബാക്കി ഉണ്ടാവും അല്ലേ? വാഷിംഗ് മെഷീൻ മേടിച്ചാലോ? വേണ്ട, വഴക്കൂടി. അപ്പം 10,000. പറഞ്ഞ ശരിയാ, നമുക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. നമുക്ക് പകുതി തരാന്ന് പറഞ്ഞു. നീ ചുമ്മാ ഇരുതങ്കം, അതിനിവിടെ ലോട്ടറി ഒന്നും അടിച്ചില്ല. ഓ സത്യായിട്ട് അടിച്ചെന്ന് അമ്മ ഇത് കൂടി കുശൂഷിക്കണ ഞാൻ കേട്ടതാന്നേ. എന്തോന്ന്? ആ അമ്മ പറയണു അവക്ക് പകുതി കൊടുക്കണം. അവൾ അമ്പിലും തുമ്പിലും എടുക്കൂല. അവള് പറഞ്ഞ പിന്നെ കൊടുക്കാന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി ക്ലീറ്റോ പറഞ്ഞത് ശരിയാണെന്ന്. എന്താ അല്ലേ, എന്ത് കള്ളത്തിനാന്ന് നോക്കിക്കേ. തങ്കം, നമുക്ക് ലോട്ടറി ഒന്നും ഇവിടെ അടിച്ചിട്ടില്ലെന്നേ. അടിച്ചിട്ടുണ്ട്. എടി, ഞാനിപ്പോ ഇങ്ങോട്ട് കേറുന്നതിന് മുമ്പ് തന്നെ കനകൻ രാവിലെ നോക്കിയ ലോട്ടറി അവിടെ കളഞ്ഞിരുന്നല്ലോ, അതെടുത്ത് ഞാനിപ്പോ നോക്കിയല്ലേ. നിങ്ങൾക്ക് ലോട്ടറി നോക്കാൻ അറിയാൻ പാലാഞ്ഞിട്ടാ. എന്താ ലോട്ടറി ഇവിടെ? അത് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കീറി കളഞ്ഞു. ഒന്നുമില്ല. നിങ്ങളോട് ആര് പറഞ്ഞത് കീറി കളയാൻ? നിങ്ങൾ അതിന്റെ ഡേറ്റ് നോക്കിയോ? ഡേറ്റ് ഞാൻ നോക്കില്ല, നമ്പർ നോക്കി. ഡേറ്റ് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, എന്നിട്ട് ലോട്ടറി അടിച്ചില്ലാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ ക്ലീറ്റോ, ലോട്ടറി കൊടുത്ത ചെറുക്കൻ നിങ്ങളോട് പറഞ്ഞോ? അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അമ്മയ്ക്ക് 1 ലക്ഷം രൂപ അടിച്ചു പറഞ്ഞു. പറഞ്ഞില്ലേ? അയാൾക്ക് വെറുതെ നിങ്ങളോടത് പറയേണ്ട കാര്യമുണ്ടോ? അതില്ല. ആ അതില്ല. ഇവിടെ അമ്മയും ജമന്തിയും കൂടി കുശൂഷിക്കണത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പോഴാണ് അമ്മ പറയണത് അവക്ക് കൊടുക്കണം, അവക്ക് കൊടുക്കണം, അവക്ക് കൊടുക്കാതെ എങ്ങനെ ശരിയാകും. അപ്പൊ ഇവള് അമ്പിനും തുമ്പിലും എടുക്കൂല. ഈ ജമന്തി എന്ന് പറഞ്ഞവള് മൊന്തത്തി, അവള് പറയണത് ആകെ ഇതാ കിട്ടിയേക്കണത്, ഇത് പകുതി കൊടുത്താൽ എങ്ങനെയാ, അവക്ക് പിന്നെ കൊടുക്കാം, ഇനി കിട്ടുമ്പോ കൊടുക്കാന്ന്. ലോട്ടറി അങ്ങനെ എപ്പോഴും കിട്ടാൻ നിൽക്കുക. ഒറ്റയ്ക്ക് വിഴുകാനുള്ള പരിപാടി പിടിച്ച ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ചെന്ന് ചോദിച്ചിട്ട് നീ അത് കൊളാക്കിക്കോ. അവരുടെ പ്ലാൻ എന്താണെന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും അടിച്ചു എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ. ഉറപ്പില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കോ? നിങ്ങളോട് അയാൾ അങ്ങനെ പറയോ? അല്ല തങ്കം, ഇനി പൈസ എങ്ങാനും അവൻ തരാതിരിക്കോ നമുക്ക്? കൊല്ലിഞ്ഞാൻ എന്നെ അവനെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ കൊച്ചിന്റെ ഹോംവർക്ക് ചെയ്തു കൊടുക്കണമെന്ന്. ഇത് ഹോംവർക്ക് അല്ല. 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പൈസ വെറുതെ അനാവത്തായി പോകും. അതെ, ഒരു 5,000 രൂപ എൻ്റെ പേരിലൂടെ എഴുതിക്കോണേ. മൊബൈലൊന്ന് മാറ്റണം, ടച്ച് കംപ്ലൈന്റ് അടി. നിങ്ങക്ക് മൊബൈൽ വേണോ? വേണ്ട. 10,000 രൂപ. എന്തിനാ? ഒരു വാച്ച് വാങ്ങിക്കണോ? വാച്ച് കെട്ടണ്ട. 4,200, 1000 രൂപ, 3,500, 500 രൂപ തരാം. ജമന്തി ഇതൊക്കെ എന്തിനാടാ ഈ കാശില്ലാത്ത നേരത്തെ ഇത്രയും തുണികളൊക്കെ എങ്ങനെ വാങ്ങിച്ചു കൂട്ടിയത്? കാശിന് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഇവിടെ. ഞാൻ നമ്മയോട് പറയാതെ ഒരു കാര്യം ചെയ്തു. എന്തോന്ന്? ഇത് തങ്കത്തന കൊടുക്ക്. എന്തറിയാമോ, ഇത് രാവിലെ ഒരു ലോട്ടറി ടിക്കറ്റ് തന്നില്ല എൻ്റെ കയ്യിൽ. ആ ടിക്കറ്റ്
എന്താ മിണ്ടാത്തെ? ദേ കനികേട്ടൻ മേടിച്ചോണ്ട് വന്നതാ. കൊറേ നാളായിട്ട് പറയും തങ്കത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണോന്ന്. ക്ലീറ്റ ചേട്ടനുണ്ട്, മോക്കുള്ളതുണ്ട്. അതെ എനിക്കും അമ്മയ്ക്കും ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിച്ചു നോക്കിയില്ല, ഞാൻ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു. പോട്ടെ. ഷർട്ട് സൂപ്പർ കളർ കേട്ടാ. പണി നിറച്ച് കിട്ടേണ്ടി പോവാ. ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിരുന്നാ. ഇതല്ലേ രാളിയുടെ ഡ്രസ്സൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കളർ. നിങ്ങളോട് ആര് പറഞ്ഞത് മേടിക്കാൻ? നിങ്ങളോട് ആര് പറഞ്ഞത് മേടിക്കാൻ? അതുകൊണ്ട് എടുത്തു വെക്ക്, മര്യാദ എടുത്തു വെച്ചോ. എന്തിന് പള്ളി നിറച്ചിടാൻ ഞാൻ ഒരു ഷർട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നാണ്. എടുത്തു വെക്ക് ക്ലീറ്റ് എന്നെ പറഞ്ഞ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ എടുത്തോ, ഇല്ല ഞാൻ തരില്ല. നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം, നീ നോക്കൂ. തീരെ ബോധമില്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. മനുഷ്യ 50,000 രൂപയുടെ തുണിയാണോ ഈ കാണണേ? ഏത് 50,000 രൂപ? ഓ ലോട്ടറി അടിച്ച പൈസ നമ്മുടെ വീട് അമുക്കാൻ വേണ്ടിട്ട് അവന് 1000 രൂപയുടെ തുണി എടുത്തിട്ട് വന്നേക്കുക. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാകും? അത് നമ്മുടെ 50,000 രൂപ നമുക്ക് കിട്ടിയേ പറ്റൂ. ഇതമ്മ സ്നേഹത്തോടെ കൊണ്ടുവന്നാണ്. ഉവാ സ്നേഹം, മര്യാദക്ക് അവിടെ വെച്ചോ. ഇത് ഞാൻ തരൂല തങ്ക. അവിടെ വെക്കാനാ പറഞ്ഞത് ഞാൻ. നല്ല കളർ തങ്ക, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. നല്ല സൂപ്പർ കളർ. ഞാൻ ക്ലീറ്റോ വെക്കണ്ടോ നിങ്ങളവിടെ? ഞാൻ തരൂല. എഴുന്നേക്ക്, എഴുന്നേക്കെടുത്ത് അടച്ചു വെച്ചേ. അത് നിനക്കും ഉള്ളത് വേണ്ടെങ്കിൽ അങ്ങ് കൊടുത്ത. ഇതെന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം കേട്ടാ. നമുക്ക് 50,000 രൂപ തരാൻ പറഞ്ഞാൽ പോലെ ഇതിവിടെ ഇരിക്കട്ടെ. ഒരാൾ സ്നേഹത്തോടെ തരണം, നമ്മൾ വേണ്ടെന്ന് പറയണത്. ഇങ്ങോട്ട് നടക്കാൻ. ഞാൻ വരൂല, നീ പോയിട്ടോ. വരൂല നിങ്ങള് പോ. കൊറേ പന്ന തുണി മേടിച്ചിട്ട് തള്ളല്ലേ അങ്ങോട്ട്. അമ്മേ എന്തോന്ന് ഇറങ്ങി വേടാ. എന്താ പണി? അവനെവിടെ? ഞങ്ങൾക്കൊന്നും വേണ്ടത്. നീ എന്ത് തോന്നിയതാടി കാണിച്ചത്? നീ എന്താടാ വിചാരിച്ചേ? കുറെ കൂറ തുണി വാങ്ങിച്ചോണ്ടാ ഞങ്ങൾ അങ്ങ് മയങ്ങി പോകുന്ന. ഈ 10-45 കൊല്ലം തുണി കൊടുക്കാതെ ഞങ്ങൾ നടന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം അത് പറ ആദ്യം. അമ്മേ എന്തോന്ന്? അമ്മയ്ക്ക് ലോട്ടറി അടിച്ച 1 ലക്ഷം രൂപ എന്ത് ചെയ്തു? അത് നിന്നെ അറിയിക്കണം നിർബന്ധം വല്ലതും? ആ ഉണ്ട്. അതിനെ അറിയിക്കുന്നില്ല. അമ്മയുടെ മോളാണെങ്കിൽ എനിക്കത് അറിയണം. അമ്മ വേഷം കെട്ട് കളിക്കരുത്. അമ്മയ്ക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്നും അതിനകത്ത് 50,000 രൂപ എനിക്ക് കിട്ടാനുള്ളതെന്നും എനിക്കറിയാം. അറിയാമോ? എന്നാ എനിക്ക് തരാൻ മനസ്സില്ലായിരുന്നു. എന്താ മനസ്സിലാക്കുന്നത്? ഇവളൊന്നും നിങ്ങളുടെ മോളല്ലേ? മോളല്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അതൊന്നും അമ്മ പറയണ്ട. എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി കിട്ടിയതിന്റെ 50,000 രൂപ ഇപ്പൊ കിട്ടണം. അവളെ അവകാശം കൊടുത്തേ പറ്റും. പറഞ്ഞു കൊടുക്കണം. അത് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ നീ കൊലക്കേസിന് സമാധാനം പറയേണ്ടി വരും. എവിടെ കെട്ടിത്തൂക്കി ചാവൂടാ. എന്നാ കെട്ടി തൂക്കി ചാവാൻ പറടാ. കാണിക്കരുത്. ഇപ്പൊ തരണോ ഇല്ലയോ? തരില്ല 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 എന്ന് ഞാൻ ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോവും. ഈ നിമിഷം ഇറങ്ങിപ്പോടി. അത്രയും സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടിട്ട് നിനക്ക് ഇവിടെ കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാനേ നടക്കൂല. താമസിക്കും. 1 ലക്ഷം എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. ആണുങ്ങളായ നാണോ മോനോ വേണോടാ. ഒറ്റയ്ക്ക് മെഴുകണത് അന്തസ്സുണ്ടാടോ നിനക്ക്? ആണാ പറഞ്ഞ അങ്ങനെ നടക്കണവൻ. ഒന്നും മിണ്ടാതെ പോണണ്ട. അവന് മുണ്ടാട്ടം മുട്ടി. പൈസ എന്താ ഞാൻ ചോദിക്കണേ? എനിക്ക് പറയാൻ മനസ്സില്ല. അമ്മ ഇതിന് കൂട്ടി നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അമ്മ ഈ ഭദ്രകാളി പറയണത് ഞാൻ കേട്ടായിരുന്നു. നീ അല്ലേ അവിടെ അടുക്കള പുറത്തിരുന്ന് പറഞ്ഞത് ഇതിൽ നിന്നും കൊടുക്കാനുണ്ടാവില്ല, അതിന് കിട്ടുമ്പോ എങ്ങനെ കൊടുക്കാന്ന്? നാണോടെ നിനക്ക്? അത് ഞാൻ പറഞ്ഞതാ. അത് ഇനിയും ഞാൻ പറയല്ലേ. നിന്റെ ഭാര്യ വന്നത് ഞാൻ കേട്ടിട്ടാ. എവള് പാഷാണെന്ന് കൃമിയാണ്. മന്ദത്തി. എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. അതെ തങ്ക, നാട്ടുകാരുണ്ട്. നാട്ടുകാർക്ക് ഈ വൃത്തികേട്. ആ നാട്ടുകാര് കേൾക്കട്ടെ. നാട്ടുകാര് കേൾക്കട്ടെടാ. സഹോദരിയുടെ പൈസ അടിച്ചു മാറ്റി നീ ഇവിടെ കൂടി ഇവിടെ കിടന്ന് സുഖിക്കാന്ന്. എങ്ങനെയാണ് അത് നിന്റെ പൈസ ആവണത്? പൈസ എന്റെ അല്ലേ? കൊടുക്കണ പൈസ ഞങ്ങൾക്ക് അവകാശപ്പെട്ട എന്റെ പൈസ മര്യാദ കൊടുത്ത. നിന്റെ പൈസ അല്ല ഇവക്ക് അവകാശപ്പെട്ട പൈസ കൊടുത്ത. കളിക്കുന്ന പൈസ എടുക്ക. തരുന്നില്ല. കനക എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ചൂണ്ടി സംസാരിക്കണം. നീ നിർത്തിക്കോ. നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് സംസാരിച്ചാ പറയാനത്? എന്താ മര്യാദ? ഇത് ആരാണ് ഇതിന്റെ? എന്റെ അമ്മ എന്റെ അമ്മയോടെ ഞാൻ ചോദിക്കണം. നീ എന്തിനാ നീ നിന്നോട് അമ്മയോട് സംസാരിക്കുന്ന രീതിയാണോ ഇത്? ആണോ? കാണിക്കാല്ലേ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത് കണ്ണടിച്ചാ പഠിക്കില്ല. എനിക്ക് എന്റെ പൈസ തന്നെയുണ്ടോ? ഇനി ഒരു ഒറ്റാളി ഉമ്മറത്ത് ബഹളം ഉണ്ടാക്കരുത്. ഇവരുടെ കൂടെ ചേർന്നിട്ട് നമ്മുടെ കളിയില്ലേ നടക്കൂല. നിർത്തടി. എനിക്ക്
എനിക്ക് നിന്നോടാ പറയാനുള്ളത്. എനിക്കൊന്ന് കേക്കണ്ട. കേൾക്കണോടാ, നീ കേൾക്കണം. നീ 1.5 കൊല്ലം മുമ്പ് ജയിലിൽ കിടന്നല്ലോ. ഇനി അതായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ട. ഞങ്ങൾക്ക് അവിടെ പൈസ ആവശ്യമുള്ള കാര്യമാണടി, ആവശ്യമുള്ള കാര്യമാണ്. നീ മിണ്ടരുത്. എന്തിനാ കിടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം കിടന്നിട്ടുള്ള അത്ര ഓർമ്മയില്ല. നീ നിന്റെ തുക്കട പാർട്ടിയുടെ പ്രകടനം സമരം പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിന് നേരെ കല്ലെറിഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് പോലീസ് പിടിച്ച് ഇന്നലെ ജയിലിലിട്ടു. എങ്ങനെയാ നീ പുറത്തിറങ്ങി വന്നത്? എങ്ങനെയാ പുറത്തിറങ്ങി വന്നത്? പറ, നീ പറ. പറയടാ. ജാമ്യത്തില് 19,000 രൂപ കെട്ടിവെച്ചിട്ടാ കോടതി തന്നെ ജാമ്യത്തിൽ വിട്ടത്. എങ്ങനെയാ പൈസ ഉണ്ടായത്? അത് എവിടെ സ്വർണം പണയം വെച്ചിട്ടാണല്ലോ. ഇവളുടെ പണയം വെച്ചല്ല ആണല്ലോ. എന്നിട്ട് നീ ഇത്രയും കാലമായിട്ട് അവളുടെ പണ്ട് എടുത്തു കൊടുത്തില്ലല്ലോ. എന്താ എടുത്തു കൊടുക്കാതിരുന്നത്? പൈസ വരുമ്പോ എടുത്തു കൊടുക്കും. എന്ന് നിനക്ക് പൈസ വരും? പൈസ വരുമ്പോ വരും, അപ്പൊ എടുക്കും. പൈസ വരുമ്പോ വരും, അപ്പോഴപ്പോ സ്വർണ്ണം അവിടെ കാണൂല, അത് ലേലത്തിൽ പോവും. നിന്റെ കയ്യിൽ പൈസ വരുന്നത് വരെ ആ സ്വർണ്ണം അവിടെ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ആ സ്വർണ്ണം ലേലത്തിൽ പോകുന്നു എന്നുള്ളതിന്റെ നോട്ടീസ് എനിക്ക് ഇവിടെ വന്നു. എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്ക് ഇതാ ഇന്ന് ലോട്ടറി അടിച്ചു. ആ പൈസ മാറ്റിയിട്ട് ഞാൻ ആ പണ്ട് എടുത്തിട്ടാണ് വന്നത്. നിങ്ങളുടെ ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടിട്ട് പിന്നാലെ വരണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. ഇതിനു വേണ്ടിയാ ഞാൻ ആ പൈസ എടുത്തത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയാണ് കവുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. പറയുന്നതിനൊക്കെ നല്ലോണ്ടല്ലോ. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താടി വേണ്ടത്? എന്നാ നിക്ക്, ഈ സാധനം ഇവിടെ എടുത്തിട്ട് പോ. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ സാധനം എടുത്താക്കി. എനിക്കിഷ്ടപ്പെട്ട നല്ല ഷർട്ടാ. പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ മെനക്കെടുക്കും. വളരെ മോശമാണ്. Alien versus Alien.